അവന് മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുമെന്നും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുമെന്നും അബ്രഹാം ഉറച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഫെയ്ത്തിന്റെ മുൻപിലാണ്, ആ ഒരു വിശ്വാസത്തിന്റെ മുൻപിലാണ് ദൈവപ്രസാദം അബ്രഹാമിന്റെ മേളിൽ വെളിപ്പെട്ടത്. ഇന്ന് ലോകമെമ്പാടും ഇത് കാണുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദാസിമാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങളുടെ മേളിലുള്ള ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ ഡബിൾ പോർഷൻ ആകണമെങ്കിൽ, ഇരട്ടിയാകണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ. ഒത്തിരി നെഗറ്റീവുകൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കാണാം. ഒത്തിരി നെഗറ്റീവ് പറയുന്നവരുണ്ട്, നെഗറ്റീവ് പ്രസംഗിക്കുന്നവരുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട്, പ്രവചിക്കുന്നവർ കണ്ടേക്കാം. ഇതെല്ലാം നിൽക്കുമ്പോൾ, ഈ പരിഹാസികളെല്ലാം നിൽക്കുമ്പോൾ, ഈ നെഗറ്റീവുകാരെല്ലാം നിൽക്കുമ്പോൾ, ഇതിന്റെ നടുവിൽ നിങ്ങൾ പെട്ടുപോകാതെ നിങ്ങളുടെ കാതിൽ വിശ്വാസത്തിന്റെ വചനങ്ങൾ കേൾക്കുക, നിങ്ങളുടെ കണ്ണുകൊണ്ട് വിശ്വാസത്തിന്റെ വചനങ്ങൾ വായിക്കുക, നിങ്ങളുടെ നാവ് കൊണ്ട് വിശ്വാസം പറയുക. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. നല്ല കേൾവി നല്ല വിശ്വാസം ഉണ്ടാക്കും, കെട്ട കേൾവി കെട്ട വിശ്വാസം ഉണ്ടാക്കും. ആവശ്യമില്ലാത്തത് കേൾക്കാൻ പോയാൽ നിങ്ങൾ ഡിസ്കറേജ്ഡ് ആയി പോകും. എന്നാൽ നല്ല കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവ് എൻകറേജ്ഡ് ആകും. ആ എൻകറേജ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ ഫെയ്ത്ത് ലെവൽ വർദ്ധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ സൃഷ്ടിക്കും.